പിന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ബേസിക്സും പിന്നെ മാനേജീരിയൽ പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് ബേസിക്സ്, അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം EOQ മോഡൽ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് വരും. രണ്ടാമത്തെ മോഡൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരും. മൂന്നാമത്തേൽ അതേപോലെ വേജസ് ഇൻസെൻറ്റീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം 4 സപ്ലൈ ചെയിനും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസും വരും. അഞ്ചാമത്തേൽ എല്ലാത്തിലും പ്രോബ്ലം കൂടി വരും, അത്രേ ഉള്ളൂ. തിയറി പേപ്പറിൽ പ്രോബ്ലം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഇതുവരെ നിങ്ങളുടെ സീനിയേഴ്സിന് ഇതൊരു തിയറി പേപ്പർ ആയിരുന്നു, നിങ്ങൾക്കിത് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയിരിക്കും. ഓക്കെ, ഒരുപാട് വലിയ റേഞ്ച് പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല. സ്റ്റിൽ ദർ വിൽ ബി നോട്ടീസബിൾ എമൗണ്ട് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിന്റെ എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് മാത്രമേ ഞാനിന്ന് പറഞ്ഞിരുന്നുള്ളൂ, അധികം ഓവറായിട്ട് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് അതിന്റെ ബേസിക് ഐഡിയ തരും. ഇൻ ദിസ് 2 hours what we will do is we will just try to get a basic idea about what industrial management is. Okay, അപ്പോൾ ഇതൊരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലാസ്സുകൾ പറഞ്ഞു പോവുകയായിരിക്കും, സ്ലൈഡൊക്കെ വെച്ച് പറയുകയായിരിക്കും, നിങ്ങൾ വെറുതെ ഇരിക്കും. ഞാനിവിടെ എൻ്റെ തൊള്ള കയറി പക്ഷത്തിൽ തൊണ്ടേൻ്റെ ഇത് പറ്റിക്കുന്നില്ല. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. 3 ദിവസം കൂടുമ്പോൾ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഞാൻ പറയുന്ന ദിവസം നിങ്ങൾ ഇത് നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഐ വിൽ ബി ക്രിയേറ്റിംഗ് പീരിയോഡിക്കലി, മേ ബി വൺ ഡേ, ഇന്ന് ഒരു ദിവസം, ഇന്നാണ് ക്രിയേറ്റ് ചെയ്യുക, എപ്പോഴാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ അപ്ഡേറ്റ് തരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ നോട്ടിൽ അതൊരു ബുക്ക് ആവണം തന്നെ നിർബന്ധമില്ല, ഒരു പേപ്പറിൽ എഴുതി എടുത്താലും മതി. PDF ആയിട്ട് ആ ഗൂഗിൾ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് അസൈൻമെന്റിൽ ഇട്ട് വെക്കുക. അത്രയും നിങ്ങൾക്കുള്ള പണിയുള്ളൂ. ഓക്കെ, സോ ഓൺലി ദാറ്റ് വിൽ ജഡ്ജ് യുവർ അസൈൻമെന്റ്. അല്ലാതെ ക്ലാസ്സിൽ നിങ്ങളുടെ പ്രസൻസ് അസൈൻമെന്റ് അറ്റൻഡൻസിനെ ബാധിക്കില്ല. ഓക്കെ, ബിക്കോസ് ഓരോ ആളും ഓരോ ഉടായ്പും പറയും, മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും, എന്തല്ലോ പറയുമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി നോട്ട്സ് ദാറ്റ് ആസ്ക് യു ടു സബ്മിറ്റ്, ആൻഡ് ഓൾസോ ആഫ്റ്റർ ദ ഡെഡ് ലൈൻ you won't be given attendance. Okay, ഡെഡ്ലൈൻ കഴിഞ്ഞാൽ പിന്നെ അതിന് അറ്റൻഡൻസ് ഒന്നുമില്ല. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് ഒബ്വിയസ്ലി വാട്ട് ഐ വിൽ ഡു ഇസ് ഐ വിൽ ട്രൈ ടു ക്രിയേറ്റ് ഗൂഗിൾ ക്ലാസ് റൂം അസൈൻമെൻറ്റ്. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയം തരും. ഇന്ന് 2 അവർ ക്ലാസ് ഉണ്ട്. അപ്പം വൈകുന്നേരം ഏകദേശം ഒരു 6 മണിക്കുള്ളിൽ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യുക. 6 മണി കഴിഞ്ഞാൽ അത് തീരും. അതുവരെയുള്ള ആൾക്കാർ അറ്റൻഡൻസ് ഞാൻ മാറും. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഇന്നത്തെ അറ്റൻഡൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഡോണ്ട് വറി ഇഫ് യു ഹാവ് എനി ഇഷ്യൂസ് വിത്ത് ഇന്റർനെറ്റ് ഓർ എനിത്തിങ്. ആ സമയത്ത് നോട്ട് സബ്മിറ്റ് ചെയ്താലേ പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഇപ്പം തന്നെ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പണിയൊന്നുമില്ല, നേരെ ഫോട്ടോ എടുത്ത് ഇടാം. ഓക്കെ, സോ നൗ ഗോയിങ് ടു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ജസ്റ്റ് യു ക്യാൻ ജസ്റ്റ് ലിസൺ. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ദ നോട്ട്സ്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു ടൈമിൽ സ്ക്രീൻ കാണുന്നില്ല, ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് വിസിബിൾ ആണല്ലേ? ആണോ? ബോർഡ് ഓക്കെ അല്ലേ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയൊരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഇല്ലായിരുന്നു നമ്മളെ ഈ ലോകത്ത് തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, സിവിൽ, മെക്കാനിക്കൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദർ വാസ് നോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ ദർ വാസ് എവറിത്തിങ് വാസ് മെക്കാനിക്കൽ ഓർ സിവിൽ ബേസ്ഡ് ആൻഡ് എവറിത്തിങ് വാസ് ഹാപ്പനിങ് ഇൻ എൻ ഇൻഡസ്ട്രി. ബട്ട് ദർ വാസ് നോ സെപ്പറേറ്റ് ബ്രാഞ്ച് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബ്രാഞ്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ വലിയ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഡെവലേഷൻ ഇതൊന്നും ഇല്ല, ഡെവലപ്മെന്റ് ഒന്നും ഇല്ല. എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ സെക്ടർ ഉണ്ടാവും. വാട്ട് ദേ ഡു ഇസ് അവർ അവരുടേതായ ഇൻഡസ്ട്രി നിന്ന്, കോട്ടേജ് ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൽ നിന്ന് ടെക്സ്റ്റൈൽ ഉണ്ടാക്കൂ, അല്ലെ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കൂ, അതൊരു പ്രോസസ്സ് ചെയ്യും. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത്. ആ സമയത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്യുന്നത് തന്നെ ഏകദേശം 1765 ആ ഒരു നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്താണ്. 1765 to 1785 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടന്നു. കേട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ടഡ് ഇവോൾവിങ്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആക്ച്വലി? അതായത് ഒരുപാട് ഇൻവെൻഷൻസ് വന്നു. ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു, അല്ലെ. അതേപോലെ ഒരുപാട് ഇൻവെൻഷൻസും ഡിസ്കവറീസ് ഒക്കെ വന്നിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വല്ലാതെ എന്ത് ചെയ്തു, കൂടാൻ തുടങ്ങി. ഓക്കെ, സോ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ടഡ് വെരി ഹെവിലി increasing. So this large scale production led to lots of inventions and discoveries. ഒരുപാട് ഇൻവെൻഷൻസും ഒരുപാട് ഡിസ്കവറീസ് ഈ സമയത്തൊക്കെ നടന്നു. പ്രധാനമായിട്ട് ഏത് ഇൻഡസ്ട്രിയിലാണ് കണ്ടുപിടുത്തങ്ങൾ കൂടുതലായിട്ട് നടന്നത് നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ആ സമയത്ത് വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെൻഷൻസ് ഏത് സെക്ടറിലായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടന്നിട്ടുണ്ടാവുക?
എനിവൺ ഇല്ലാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പേര് ചോദിച്ച് പുറത്താക്കുമോ? വേഗം ആരും ഓണാക്കി പറഞ്ഞു. ജേക്കബ് സന്തോഷ് സാർ പറ, ഏത് സെക്ടറിലായി പറയാൻ പറ്റും? പറ, അറിയാ? ഓക്കെ, സോ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ് അല്ലെ ആവശ്യം വന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിലായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വന്നത് ടെക്സ്റ്റൈൽ സംബന്ധമായ ഇൻഡസ്ട്രീസിലാണ്. സ്പിന്നിങ് മില്ലുകൾ, അതേപോലെ ഉള്ള കുറെ കാര്യങ്ങൾ. ഈ ഒരു ഒറ്റ സംഭവം കൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അവര് വസ്ത്രവ്യാപാരം എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മുടെ കൺട്രിയിലേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടുന്ന് സ്പൈസസ് എടുത്ത് അങ്ങോട്ട് തിരിച്ചു പോയത്. അപ്പോ ഈ ഒരു സംഭവം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു സമയത്ത് വന്നതാണ്. ഓക്കെ, ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിസംസ്, മെഷീനറീസ് ഒക്കെ വേണ്ടി വന്നു, എക്യുപ്മെന്റ്സ് വേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായി വന്നപ്പോൾ people started thinking about a separate branch of engineering which exclusively focused on industries called as industrial engineering. ഓക്കെ, നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ടിലാണ് 1765 മുതൽ 1785 വരെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നത്. സോ ലോട്ട്സ് ഓഫ് ഇൻവെൻഷൻസ് വെർ ഹാപ്പനിങ് ഡ്യൂറിങ് ദിസ് ടൈം, ലൈക്ക് സ്റ്റീം എൻജിൻസ് ആൻഡ് സ്പിന്നിങ് മിൽസ് പോലെയുള്ള കാര്യങ്ങൾ, എവറിത്തിങ്. ഓക്കെ, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ലെവലിൽ ബേസ് ചെയ്തിട്ട്. ഓക്കെ, വാർഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് എല്ലാം ആ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇങ്ങനെ കയറി പീക്കിലെത്തുന്ന ഒരു ടൈമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് നല്ല സൈഡും മോശം സൈഡും ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നാമത്തെ ബേസ് ആയിട്ട് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതുവരെ ഒരു മാറ്റർ ഓഫ് കൺസേൺ അല്ലായിരുന്നു. അതൊരു ഫിക്സഡ് ആയിരുന്നു എല്ലാ സമയത്തും. എന്തായിരുന്നു ഫിക്സഡ്? ഇറ്റ് വാസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു നിശ്ചിത വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ സമയത്ത് നിലവിൽ വന്നു. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഓഫ് മാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് കമ്മിങ്. ബൾക്കായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകാൻ തുടങ്ങി. യൂണിഫോം ആയിട്ടുള്ള ഡയമെൻഷനുള്ള, യൂണിഫോം ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാവാൻ തുടങ്ങി. സോ ദിസ് വാസ് വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ്. മാസ് പ്രൊഡക്ഷൻ, ബെറ്റർ ക്വാളിറ്റി, എവറിത്തിങ്. അതായത് നമുക്കിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് നോക്കും, കോൾഗേറ്റിന്റെ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങി കഴിഞ്ഞാൽ ഒരേപോലത്തെ പേസ്റ്റ് ആണ് ത്രൂ ഔട്ട് കിട്ടുന്നത് അല്ലേ? ഒരേ സൈസാണ്, ഒരേ സ്ട്രക്ചറാണ്, അതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി ആയാലും ടേസ്റ്റ് ആയാലും എല്ലാം സെയിം ആണ്. സോ ദിസ് കോൺസെപ്റ്റ് ആക്ച്വലി ഇവോൾവ് ആഫ്റ്റർ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതുവരെ ഓരോ പ്രോഡക്റ്റും ഡിഫറെന്റ് ആയിരുന്നു, ഓരോന്നിലും ഡിഫറെന്റ് ആയിരുന്നു. കാരണം അതിനൊരു ബാച്ച് പ്രൊഡക്ഷൻ പോലത്തെ കോൺസെപ്റ്റ് ഒന്നും ആ സമയത്ത് ഇല്ലല്ലോ. കൈ കൊണ്ടുള്ള അല്ലെ കുടിൽ വ്യവസായം പോലത്തെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ആയിരുന്നു ആ സമയത്ത്. സോ ദർ വാസ് എ മാസ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ആൻഡ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്താ കുറയാൻ വേണ്ടി തുടങ്ങി. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് പൈസ കൂടുതലാണ്. ഓക്കെ, സോ പെർ യൂണിറ്റ് കോസ്റ്റ് വാസ് ഡിക്രീസ്ഡ്. ഓക്കെ, ലെസ് ഹ്യൂമൻ എഫേർട്സ് ആയിരുന്നു, ഹ്യൂമൻ എഫേർട്സ് കുറഞ്ഞു. അതേപോലെ തന്നെ പ്രൊഡക്ഷനിൽ ഒരു സ്പെഷ്യലൈസ്ഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഓരോ സെക്ഷനിലും വന്നു. ഇതൊക്കെയായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ക്യാൻ യു സേ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഇത് നെഗറ്റീവായിട്ട് എങ്ങനെ ആളുകളെ ബാധിച്ചു എന്ന് ആർക്കാ പറയാൻ പറ്റുക? വാട്ട് വിൽ ബി? ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ്. ഇതിന്റെ നെഗറ്റീവ് എന്തൊക്കെയായിരിക്കും? ആരെ വിളിക്കും ഇപ്പൊ? പല്ലവി ഉണ്ടോ? പറ, എന്തായിരിക്കും ഇതിന്റെ നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുക? ജോബ്സ് പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ബൾക്ക് പ്രൊഡക്ഷൻ വരുമ്പോ എന്ത് സംഭവിക്കൂ? മെഷീൻസിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലെ? ആൾക്കാരുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യം കുറവാണ്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് വന്നൊരു കാര്യം. ഓക്കെ, സോ ഹ്യൂമൻ എഫേർട്സിനെ മെക്കാനിക്കൽ ഡിവൈസസ് റീപ്ലേസ് ചെയ്യാണല്ലോ. സോ ദർ വാസ് മാസ് അൺഎംപ്ലോയ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചാർലി ചാപ്ലിന്റെ ഒരു പാടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എന്തായിരുന്നു, ഞാൻ പേര് മറന്നുപോയി, ആർക്കെങ്കിലും ഓർമ്മയുണ്ട് പറയാം. ഒരു ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനാരിയോ വെച്ചിട്ടായിരുന്നു ആ മൂവ്മെന്റ്. ഓക്കെ, സോ മോഡേൺ ടൈംസ്. അതന്നെ. അപ്പൊ ഇതൊക്കെ ദിസ് ഓൾ ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദിസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ബൾക്ക് അൺഎംപ്ലോയ്മെന്റ് ബിക്കോസ് ഹ്യൂമൻ എഫേർട്സ് വെർ റീപ്ലേസ്ഡ് ബൈ മെഷീൻസ്. ഓക്കെ, ലേബറിന്റെ ഡീഗ്രഡേഷൻ നടന്നു. ആളുകളുടെ സ്കില്ല്, ആളുകളുടെ ഇന്റലിജൻസിന് ഒരു വിലയില്ലാണ്ടായി. എല്ലാ മെഷീൻസ് എടുത്തു അല്ലെ? അതേപോലെ തന്നെ ആളുകൾ മൊത്തം ഇതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് വന്നത് എന്താണെന്ന് വെച്ചാൽ അർബനൈസേഷൻ ആയിരുന്നു. യു നോ വാട്ട് ഇസ് അർബനൈസേഷൻ? എന്താ അർബനൈസേഷൻ? ഇതിന്റെ ഒരു മേജർ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അർബനൈസേഷൻ. എന്താ അർബനൈസേഷൻ എന്ന് പറഞ്ഞാല്? അറിയോ?
അധികം ടൈം എടുക്കല്ല നമ്മളെ ക്ലാസ്. വാട്ട് ഈസ് അർബനൈസേഷൻ? ദിസ് ഇസ് മാസ് മൈഗ്രേഷൻ അല്ലേ? മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം എവിടുന്ന റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലേക്ക് ഉള്ള ആളുകളുടെ മാസ് മൈഗ്രേഷനെയാണ് നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനായിരിക്കും? ജോബിനായിരിക്കാം അല്ലെ? അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിക്ക് ഐദർ ദേ വോണ്ട് ഗുഡ് ജോബ്, ഐദർ ദേ വോണ്ട് ബെറ്റർ എഡ്യൂക്കേഷൻ, ദേ വോണ്ട് മോർ സാലറി. ഈ ഒരു കാര്യത്തിലുള്ള മാസ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് ഡ്യൂറിംഗ് ദിസ് ടൈം. അതും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ്. അൺഎംപ്ലോയ്മെന്റിന്റെ കൂടെ തന്നെ അർബനൈസേഷനും ഒരു വലിയ എഫക്റ്റ് ആണ്. അതേപോലെ സസ്റ്റൈനബിലിറ്റി കോൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിച്ച പോലെ പൊല്യൂഷൻസ് അങ്ങനത്തെ എല്ലാ പരിപാടിയും വരാൻ തുടങ്ങി. സ്ലം ഫോർമേഷൻ, ഓക്കെ. അതേപോലെ എന്താ പറയുക, സൊസൈറ്റി രണ്ട് ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് the society was divided into two sections. First was the capitalist and second was the വർക്കേഴ്സ്. രണ്ട് വിഭാഗങ്ങളായി നമ്മുടെ സമൂഹം അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകളായിട്ടും വർക്കേഴ്സായിട്ടും തൊഴിലാളികളായിട്ടും മുതലാളികളായിട്ടും രണ്ട് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ദിസ് ഇസ് നോട്ട് റിഗാർഡിംഗ് യുവർ എക്സാം ഓറിയന്റഡ് തിങ്. ഓക്കെ, സോ ജസ്റ്റ് സം ബേസിക് തിങ്സ് റിഗാർഡിംഗ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരുന്നത് ആക്ച്വലി വാസ് ഡ്യൂറിംഗ് ദി 5 year പ്ലാൻസ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഓക്കെ, 1950 പിന്നെ മാർച്ച് 15 ജവഹർലാൽ നെഹ്റു പിന്നെ പ്രധാനമന്ത്രി ആയിരിക്കും ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ അണ്ടർ ദിസ് പ്ലാനിംഗ് കമ്മീഷൻ വാട്ട് വി ഡിസൈഡഡ് ഈസ് വി വിൽ ഹാവ് 5 year പ്ലാൻസ് ഫോർ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കാനുള്ളൊരു തീരുമാനം കൊണ്ടുവന്നു. ഓക്കെ, അപ്പം ഇതിനനുസരിച്ച് ഓരോ 5 ഇയറിലും എന്ത് ചെയ്തു ഇവര് ഓരോ പരിപാടികൾ, കർമ്മ പരിപാടികൾ അല്ലെ എന്ന കാര്യങ്ങൾ ചെയ്യണം. ദേ വിൽ ഫിക്സ് ഗ്രോത്ത് റേറ്റ്. സപ്പോസ് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് വളർച്ചാ നിരക്ക് ഏകദേശം 5.6 കിട്ടണം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് അവർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആ ഒരു വർഷം 5 വർഷം തീരുമ്പോഴേക്കും അത് ഏകദേശം 6.1 ഒക്കെ ആണെങ്കിൽ ആ പഞ്ചവത്സര പദ്ധതി സക്സസ്ഫുൾ ആണെന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കൺട്രിയിൽ കൊണ്ടുപോകും. ഓക്കെ, സോ ദിസ് വാസ് കോൾഡ് as 5 year പ്ലാൻ. 5 year പ്ലാന് ഒരു പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 എസ്റ്റാബ്ലിഷ് ചെയ്ത് ജവഹർലാൽ നെഹ്റു ചെയർ ആയിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്ലാനിംഗ് ഒക്കെ നടത്തിയത്. ഓക്കെ, ഈ 5 year പ്ലാനിങ് വന്നിരുന്നത് ആ സമയത്ത് ഫിനാൻസ് മിനിസ്ട്രിന്റെ ഉള്ളിലായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 5 year പ്ലാൻ നടക്കുന്നത് ഏകദേശം 1950 അല്ല, അപ്പൊ 1951 മുതൽ 1956 വരെ ആയിരിക്കും ആദ്യത്തെ 5 year പ്ലാൻ നടക്കുന്നത്. 1951 to 1956 എക്സാക്ട്ലി. സോ ദിസ് വാസ് ദ ഫസ്റ്റ് 5 year പ്ലാൻ. ഇതിന്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം നമ്മുടെ ആദ്യത്തെ 5 year പ്ലാനിൽ നമ്മുടെ രാജ്യം എന്തിനാണ് ഊന്നൽ നൽകിയത്, അല്ലെങ്കിൽ എന്തിനാണ് ഫോക്കസ് ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? what would have been the first focus, അല്ലെ ആദ്യം എന്തായിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത്? എന്തായിരിക്കും നമ്മുടെ ആദ്യത്തെ 5 year പ്ലാനിന്റെ ഒരു ഫോക്കസ്? എന്തിന്റെ വികസനത്തിലായിരിക്കും ആ സമയത്തുള്ള ഗവൺമെന്റ്? ഫസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ് 1950 റിപ്പബ്ലിക് ആയി, 51 തുടങ്ങുകയാണ് ഫസ്റ്റ് 5 year പ്ലാൻ അല്ലെ. അപ്പൊ അതിന്റെ മെയിൻ ഫോക്കസ് ഏത് മേജർ സെക്ടർ ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എക്സാക്ട്ലി, അഗ്രികൾച്ചറിലായിരുന്നു. അതാരാ പറഞ്ഞേ? ആയിക്കോണെ, ആരാടാ പറഞ്ഞേ ഇപ്പോ? അമൽ. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്തുകൊണ്ടായിരുന്നു അഗ്രികൾച്ചർ വെച്ചാൽ ഇതാണ് നമ്മുടെ ആ സമയത്തുള്ള മേജർ ആയിട്ടുള്ള എന്തായിരുന്നത് സെക്ടർ ആയിരുന്നു. ഓക്കെ, സോ ഒരു ബേസിക് സെക്ടർ ആ സമയത്ത് അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് 5 year പ്ലാന് 5 year പ്ലാന് ഫോക്കസ് ചെയ്തത് എൻറ്റയർലി ഓൺ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നു നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എൻറ്റയർലി ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ സെക്ടർ. അങ്ങനെ എത്ര മൊത്തം 5 year പ്ലാൻ ഉണ്ടെന്ന് അറിയോ? മൊത്തത്തിൽ എത്ര 5 year പ്ലാൻ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ? ഏകദേശം എണ്ണം പറയാൻ പറ്റുമോ? 2017 വരെ നടന്നിട്ടുണ്ട് അല്ലേ? ഏകദേശം എത്ര 5 year പ്ലാൻ നടന്നിട്ടുണ്ടാവും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് വാസ് ദ ലാസ്റ്റ് നമ്പർ ഓഫ് ദി ലാസ്റ്റ് 5 year പ്ലാൻ? 5 year പ്ലാൻ എത്ര ആദ്യ? 5 എണ്ണാണോ 10 എണ്ണാണോ? സ്വരാഗ് പറയാൻ പറ്റുമോ? എത്ര പഞ്ചവത്സര പദ്ധതി ഏകദേശം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടാവും പറഞ്ഞു? ഇപ്പൊ 1951 ആദ്യത്തെ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഇവരായിട്ട് എത്ര എണ്ണം വന്നിട്ടുണ്ടാവും? എങ്ങനെ ഇൻഡസ്ട്രി
ആ ആ ആ വൈഷ്ണവി സർ പറഞ്ഞേ. ഒരു 15 എനക്കറിയില്ല സർ. 15 എണ്ണോ? ഓക്കെ. എന്തിനാ കൂട്ടിക്കോ. 15 20 എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 പോലെ ആയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം അതെ 12 സർ. 5-year പ്ലാൻസ് ആണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അതിൽ 12ാമത്തെ പരിപാടി കൂടി 5-year പ്ലാൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഗവൺമെന്റ് നിർത്തി. ഓക്കെ. ഫസ്റ്റ് ജനുവരി 2015 ഈ പരിപാടി 5-year പ്ലാനിനെ ഡിസോൾവ് ചെയ്തു. പകരം വേറൊരു പരിപാടി തുടങ്ങി. അതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇപ്പൊ നിലവിൽ 5-year പ്ലാനിലല്ല നമ്മുടെ ഡെവലപ്മെന്റ്സ് പോകുന്നത്. എന്തിലാണ് നമ്മുടെ ഡെവലപ്മെന്റ്സ് പോകുന്നത്? ആർക്കെങ്കിലും പറയാം? ആർക്കെങ്കിലും നോക്കട്ടെ, ആർക്കെങ്കിലും പറ്റുമോ? ഈ നീതി ആയോഗ് അങ്ങനത്തെ നീതി ആയോഗ് വെച്ചിട്ടാണ് നമ്മുടെ 5-year പ്ലാൻസിനെ റീപ്ലേസ് ചെയ്തു. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിനെ പിരിച്ചുവിട്ടതിന് ശേഷം നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഭവത്തിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ. അത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് അത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും എല്ലാ കാലത്തുള്ള. അപ്പൊ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ. സോ ഈ നീതി ആയോഗാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. നീതി ആയോഗിൽ നീതി എന്നുള്ള വേർഡില്ല, NITI, അതിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയാം? ലാസ്റ്റ് 5-year പ്ലാൻ വന്നത് 2012 മുതൽ 2017 വരെയാണ് കേട്ടോ. ദിസ് വാസ് ദി ഫൈനൽ 12th 5-year. ഓക്കെ. പക്ഷെ 2015 ആകുമ്പോഴേക്കും തന്നെ നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തു. BJP ഗവൺമെന്റ് ഇത് മൊത്തം പിരിച്ചുവിട്ടു. എന്നിട്ട് നീതി ആയോഗിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പൊ 5-year പ്ലാൻ ഇല്ല നമ്മുടെ രാജ്യത്ത്. ഓക്കെ. അപ്പോൾ നീതി ആയോഗ് എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ടെക്നോളജിക്കൽ ഇൻവെൻഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു എന്താ പറയുക ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബേസിക്കലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു. ഓക്കെ. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ വി വിൽ ഗോ ടു ദി ഞാൻ പറഞ്ഞ ഡെറിവേഷൻ ചെറുതായിട്ട് മാറിപ്പോയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ടെക്നോളജി അല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ. സോ മേ ബി ഐ വിൽ ജസ്റ്റ് പോസ്റ്റ് എ റീസെന്റ് തിങ്, മേ ബി സം എക്സാംസിനൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് അത് ഓർത്ത് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് ഈ നീതി ആയോഗിന്റെ ആ വേർഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മീനിങ്. ഓക്കെ. NIT. ഓക്കെ. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള സിറ്റുവേഷൻ. ഓക്കെ. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് സ്ലോലി ഒരുപാട് വലിയ സക്സസ്ഫുൾ ഒന്നും ആയിട്ടില്ല. ഇപ്പം ഒന്നാമത്തെ 5-year പ്ലാനിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഫോക്കസ് ചെയ്തു, ഗ്രോത്ത് റേറ്റ് വന്നു. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നേരിയ രീതിയിൽ പരാജയമായിരുന്നു. മൂന്നാമത്തെ 5-year പ്ലാൻ ഒക്കെ ആയപ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ വന്നു. ഈ വാർ കാരണം ഒരുപാട് ഫൈനാൻഷ്യൽ ലോസസ് നമ്മുടെ രാജ്യത്തിന് വന്നു. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് ഒരു വരൾച്ചയൊക്കെ ആ സമയത്ത് രാജ്യത്ത് വന്നിരുന്നു. ഭയങ്കര പരാജയമായിപ്പോയി പിന്നെ തേർഡ് 5-year പ്ലാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 കൊല്ലം 5-year പ്ലാനേ ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 3 കൊല്ലത്തേക്ക് ഓരോ സിംഗിൾ ഇയറിലുള്ള പ്ലാനുകളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവരുന്നു ഇന്ദിരാഗാന്ധി ഇത് കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും മൊറാർജി ദേശായി അത് പിരിച്ചുവിടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നാൽ വളരെ വലിയൊരു സെക്ഷനിലൂടെ കടന്നുപോയതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ഷൻ. ഇങ്ങനെ തന്നെ പോയിട്ടാണ് നമ്മുടെ ഇക്കോണമിയും ഈ 5-year പ്ലാനിലാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഐ ബിലീവ് ഇറ്റ് ഈസ് ഓൺ തേർഡിലായിരിക്കാനാണ് സാധ്യത. അവർ കൺട്രി വാസ് ഡിക്ലെയർഡ് ആസ് എ മിക്സഡ് ഇക്കോണമി. ഓക്കെ. എല്ലാ കാര്യങ്ങളും ഈ 5-year പ്ലാനുമായിട്ട് ഡിപ്പെൻഡഡ് ആണ് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രിയിലേക്ക്. ഓക്കെ. വാട്ട് ഈസ് മിക്സഡ് ഇക്കോണമി? മിക്സഡ് ഇക്കോണമി ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. അപ്പൊ നമ്മുടെ രാജ്യം ഒരു എൻറ്റയർലി പ്രൈവറ്റ് സെക്ടറോ എൻറ്റയർലി പബ്ലിക് സെക്ടറോ അല്ല. ഓക്കെ. സോ അതായത് ഇപ്പം 2 തരത്തിലാണ് നമ്മൾ നമ്മുടെ ഇക്കോണമിനെ പറയാം. ഓക്കെ. സോ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റിക് ഇക്കോണമി ഉണ്ട്. ഓക്കെ. സോ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മുതലാളിത്ത USA ഒക്കെ പോലത്തെ മൊത്തത്തിലുള്ള മേജർ സെക്ഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷൻ ഓഫ് പീപ്പിൾ ആർ കൺട്രോളിങ് ഓൾ ദ വെൽത്ത് ആൻഡ് എവറിത്തിങ്. വാൾമാർട്ട് ഒക്കെ പോലത്തെ പ്രൈവറ്റ് കമ്പനീസ് എല്ലാം നോക്കുന്ന എക്കോണമിയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി. സോഷ്യലിസ്റ്റിക് എക്കോണമി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സോഷ്യലിസ്റ്റിക് എക്കോണമി ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ രാജ്യത്തുള്ള പോലെ 2 സോഷ്യലിസം ഉണ്ട്. അറിയോ? ഗാന്ധിയൻ സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ മൊത്തം വെൽത്തിന്റെയും ഓണർ ആരാ? ഗവൺമെന്റ് ആണ്, ചൈനയൊക്കെ പോലെ. പക്ഷേ ഗാന്ധിയൻ സോഷ്യലിസത്തിൽ ദർ വിൽ ബി ഗവൺമെന്റ് പ്ലസ് ദർ വിൽ ബി പ്രൈവറ്റ് സെക്ടേഴ്സ്. സോ ദിസ് ടൈപ്പ് ഓഫ് സോഷ്യലിസം ഈസ് ഫോളോഡ് ഇൻ അവർ കൺട്രി.
Okay, so our country is actually a mix of Gandhian and communist socialist. രണ്ട് സോഷ്യലിസ്റ്റിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ സോഷ്യലിസ്റ്റ്. ഇത് മാത്രമല്ല. ഓക്കെ, സോ ഈ ഒരു ഇക്കോണമിയിലേക്ക് നമ്മുടെ ഇക്കോണമിനെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പബ്ലിക് പ്രൈവറ്റിന്റെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഇക്കോണമി ആക്കി നമ്മുടെ കൺട്രീനെ 5 ഇയർ പ്ലാനിൽ ഡിക്ലെയർ ചെയ്തു. സോ അവർ കൺട്രി ഈസ് ബേസിക്കലി എ മിക്സ്ഡ് ഇക്കോണമി. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചാൽ ആദ്യം നമുക്ക് ഏകദേശം നമ്മുടെ 19 ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ പോളിസിക്കൊക്കെ മുമ്പേ 1907 ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത്. ഓക്കെ, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം സ്വദേശി മൂവ്മെന്റ് വരുന്നു. ഒരുപാട് ഇൻഡസ്ട്രീസ് അത് കഴിഞ്ഞിട്ട് വളർന്നു. ഈ റെയിൽവേസിന്റെ ഒക്കെ വികസനം വരുന്നത് ആ സമയത്താണ്. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ആ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ബേസിക്കലി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രികളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രീസ് അണ്ടർ ദി ഗവൺമെന്റ്. ഓക്കെ, സോ വിച്ച് എവർ ബി ദി ഇൻഡസ്ട്രീസ് വിച്ച് ആർ അണ്ടർ ദ ഗവൺമെന്റ്, ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അണ്ടർ ദ ഗവൺമെന്റ്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു വെച്ചാൽ സ്റ്റേറ്റും ഗവൺമെന്റിന്റെയും സൗണ്ട് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? കട്ടായിട്ടില്ലല്ലോ. സ്റ്റേറ്റും ഗവൺമെന്റിന്റെയും കോമ്പിനേഷനിലുള്ള എന്താ പറയാ കമ്പനീസ് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ആൻഡ് സർട്ടൻ ഇൻഡസ്ട്രീസ് ലൈക്ക് കെമിക്കൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, സിമെന്റ് പോലത്തെ ഇൻഡസ്ട്രി പ്രൈവറ്റ് ആയിരിക്കാം, പക്ഷെ വിച്ച് വർ അണ്ടർ ദ സ്ട്രിക്റ്റ് എന്താ പറയാ സ്ട്രിക്റ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. പെട്രോളിയം ഇൻഡസ്ട്രി, ഇതൊക്കെ പ്രൈവറ്റും ഇഷ്ടംപോലെ പെട്രോളിയം ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു അണ്ടർ ദ ഗവൺമെന്റ് കൺട്രോളാണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ദർ വെർ ഇൻഡസ്ട്രീസ് which remained open to the private sector. 4 ടൈപ്പ് ഇൻഡസ്ട്രീസ് ആയിരുന്നു നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഫുള്ളി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻഡസ്ട്രി, രണ്ടാമത്തത് ഗവൺമെന്റും പ്രൈവറ്റും കൂടി ചേർന്നിട്ടുള്ള ഇൻഡസ്ട്രി, മൂന്നാമത്തത് സ്ട്രിക്ട്ലി അതായത് പ്രൈവറ്റ് ആയിരിക്കാം ഫെർട്ടിലൈസർ കമ്പനി ആവാം, പെട്രോളിയം കമ്പനി ആവാം, പക്ഷെ വിച്ച് ആർ സ്ട്രിക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റിന് നല്ല നിയന്ത്രണമുള്ള പ്രൈവറ്റ് കമ്പനികളും അവസാനത്തെ പ്രൈവറ്റ് സെക്ടേഴ്സ്. ഇത്രയും ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരുന്നു നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഏകദേശം 1951 ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് ഈ ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ ആക്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് റെയിൽവേ ട്രാക്സ്, റെയിൽവേ സിസ്റ്റംസിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ നടന്നത്, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ ഒക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ഡെവലപ്പായി വന്നത്, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വന്നു, ഹൈഡ്രോ തെർമൽ പവർ സ്റ്റേഷൻ, ബാങ്കിങ് ഇൻഡസ്ട്രി, ഇതൊക്കെ വന്നത് ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ അവസാനത്തോടു കൂടിയാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓരോ ഘട്ടമായി നമ്മുടെ കൺട്രീനെ ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഈ 5 ഇയർ പ്ലാൻസ്. ബേസിക്കലി ഫോക്കസിങ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു ഈ 5 ഇയർ പ്ലാൻസ് വന്നത്. ഓക്കെ, സോ അഗ്രികൾച്ചറിൽ നിന്ന് ഉള്ള ഫോക്കസ്, അതായത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, നിങ്ങൾ ആരോ പറഞ്ഞു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചറിൽ നിന്നുള്ള ഷിഫ്റ്റ് മെല്ലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇൻഡസ്ട്രീസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, സോ വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ദി ഇൻഡസ്ട്രീസ് ഓഫ് അവർ കൺട്രി. ഓക്കെ, അപ്പൊ മേജർ ആയിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ മേജർ ഏരിയാസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി? ദിസ് ഇസ് വാട്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസ് ഒന്നാമത്തത് അയൺ ആൻഡ് സ്റ്റീൽ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ജൂട്ട് ഈസ് ഇന്ത്യ. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ടെക്സ്റ്റൈൽ, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പിന്നെ തേർഡ് ലാർജസ്റ്റ് ആണ് ടീ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മെഷീൻ ടൂള്, പെട്രോ കെമിക്കൽ, സിമെന്റ്, ഇങ്ങനെയുള്ള ദീസ് ആർ സം ഓഫ് ദ മേജർ ഇൻഡസ്ട്രീസ് ഓഫ് അവർ കൺട്രി. ഓക്കെ, അപ്പോ നമ്മുടെ രാജ്യത്തുള്ള ഒരു ബേസിക് കണക്റ്റിംഗ് ഇൻഡസ്ട്രിയാണ്, ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ രാജ്യത്തുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ജൂട്ടിന്റെ കേസിലൊക്കെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ടാണ് നമ്മുടെ രാജ്യം. ജൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനത്തിനാണ് നമ്മൾ ജൂട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേൾഡിൽ 4th പൊസിഷനിലാണ് ഷുഗറിന്റെ കേസിലുള്ള പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ
പെട്രോളിയത്തിന്റെ കേസിൽ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഇന്ത്യൻ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IPCL ബറോഡ ഇവരാണ് 7th പ്ലാനിലാണ് 5-year പ്ലാനിലാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സമയത്ത് നടന്നിരുന്നു. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ മേജർ ഇൻഡസ്ട്രീസ് ഇൻ അവർ country. Okay, so this was basically an introduction regarding how the industrial sector started developing in India. What is industry? What is industrial revolution? Also, basically, what happens in നമ്മൾ ഇത്ര നേരം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു അല്ലേ. So what happens in an industry? ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. First thing is there always will be raw materials അല്ലേ. So raw materials ഉണ്ടാവും. Raw materials will be coming to the industry. This raw material will undergo a conversion process. ഈ കൺവേർഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്തതിന് ശേഷം the raw material will be converted into finished goods and the finished goods will be transported. Okay, so this basic process is something which that happens in an industry. Okay, അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും നടക്കണമെങ്കിൽ ദ ഇൻഡസ്ട്രി ഷുഡ് ഹാവ് an organization. ഓക്കെ, സോ നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ എന്നതാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, so far we have seen the introduction regarding the industrial management. Now what we will do is we will properly go to the enter to our syllabus. Okay, so what do you understand by an organization? ഒരു നമ്മുടെ കോളേജ് ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാം, എന്നാൽ നിങ്ങളുടെ ക്ലാസ് ഒരു ഓർഗനൈസേഷൻ അല്ല. ഓക്കെ, ഒരു ഹോട്ടൽ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. ഓക്കെ, നേരെ മറിച്ച് ഒരു വലിയൊരു ഫുഡ് സെക്ടർ സ്വിഗ്ഗി പോലത്തെ സംഭവം ഒരു ഓർഗനൈസേഷനാണ്. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് there are lots of humans. Okay, all humans are associated with each other. The definition ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. associated with each other. There are humans are associated with each other and they all will be working for a common purpose. ഇവർക്കെല്ലാം ഒരു കോമൺ പർപ്പസ് ഉണ്ട്. ഒരു കോമൺ പർപ്പസ് അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിന് വേണ്ടി a group of individuals are working together, it forms an organization. Okay, so there's a particular person. Okay, so he is selling foods. Okay, ഇയാൾ ഒരു ഹോട്ടൽ നടത്തുന്നു. He sells foods. So this is not an organization. ഇതൊരു ഓർഗനൈസേഷൻ അല്ല. ഓക്കെ, നേരെ മറിച്ച് there is a top level employee. Okay, അതിന്റെ താഴെ കുറച്ച് വർക്ക്മാൻ ഉണ്ട്. Okay, so these are the workmen. Okay, so workman gets reported to the cashier. Okay, the cashier has his feedback to the manager. This is an organization. Okay, so you can see that always an organization has a top level management and a bottom level employees. What is the difference between the management and employees? ഇവിടെ ഉള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത്, ഈ ടോപ്പ് ലെവൽ ഉള്ള മാനേജ്മെന്റിന് അതോറിറ്റി ഉണ്ട് and the employees has the responsibilities. What is the difference between authority and responsibility? ആർക്കെങ്കിലും പറയാൻ പറ്റോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എനിവൺ? പവർ ഏതിലാ? അതോറിറ്റി. എന്താണ് അതോറിറ്റി എന്നുള്ള വാക്കിന്റെ മലയാളം മീനിങ് പറഞ്ഞാലും പ്രോപ്പറായിട്ട്? അർഹത എന്നല്ല, ഒരു എന്താ പറയാ, ഇറ്റ് ഈസ് ദ റൈറ്റ് ഗിവൺ ടു ദ സുപ്പീരിയർ. എന്ത് റൈറ്റാ? റൈറ്റ് ഗിവൺ ഫോർ ഡയറക്ടിങ് ദ സബോർഡിനേറ്റ്സ് അല്ലെ. സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി അതിനെ സുപ്പീരിയർക്ക് കൊടുക്കുന്ന അവകാശത്തിനെയാണ് അതോറിറ്റി. മനസ്സിലായോ? നീ പറഞ്ഞ കേട്ടോ. സോ യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ authority is basically the right given to whom? Given to the superior, right? Superior for directing ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്, and guiding his or her subordinates. Okay, so this is basically the meaning of
authority. Okay, നമ്മൾ എന്തൊരു ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുപ്പിച്ചാലും അല്ലെ എന്തൊരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചാലും അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. വി ആർ അക്കൗണ്ടബിൾ അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി, നിങ്ങളോട് ഞാൻ ഇന്ന് അസൈൻമെന്റ് ഒക്കെ പറഞ്ഞു, യു ആർ റെസ്പോൺസിബിൾ അല്ലെ, അക്കൗണ്ടബിൾ ഫോർ സബ്മിറ്റിംഗ് ദി അസൈൻമെന്റ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആസ് റെസ്പോൺസിബിലിറ്റി. So this is the basic difference between authority and responsibility. Authority എന്ന് പറഞ്ഞാൽ എന്താ, it is the right of the supervisor in directing and guiding the subordinates, and responsibility is the accountability അല്ലെങ്കിൽ ബാധ്യത അല്ലെ ബാധ്യസ്ഥത of the person to perform a particular duty. Okay, so this is the difference between authority and responsibility. So basically in an organization there will be lots of superiors and subordinates, പക്ഷെങ്കിൽ most of this information will come to the subordinate from a single superior. ഒരാൾക്ക് ഒരുപാട് ആളെന്നൊന്നും ഓർഡർ വരില്ല. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് പ്രോപ്പർലി നമുക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ ആവും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ട്യൂട്ടേഴ്സ് നിന്നാണ് ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ആരുടെ നിങ്ങളുടെ ട്യൂട്ടേഴ്സ് നിന്നാണ് അല്ലേ. അതല്ലാതെ എല്ലാ സ്റ്റാഫും വന്നിട്ട് KTUവിൻ്റെ കാര്യങ്ങളും റൂൾസും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. So this creates mass confusion in the organization. അതുകൊണ്ട് തന്നെ ഒരു person will have a single or very few number of authorities above him. Okay, അതും ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് നോക്കാം. We will see a basic diagram and draw a basic diagram and see the system approach to organization. Okay, for ഈ അവർ എത്ര മണി വരെയാണ്? 10 മണി മുതൽ അടുത്ത അവർ ഏതാണെന്നും കൂടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് കണ്ടിന്യൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു അവർ എൻ്റെ ഉണ്ട്. വി വിൽ കംപ്ലീറ്റ് ഇറ്റ് ഇൻ ദിസ് 2 ഒരു 10 മിനിറ്റ് ബ്രേക്ക് വന്നിട്ട് വി വിൽ കണ്ടിന്യൂ. യുവർ നെക്സ്റ്റ് അവർ ഈസ് അറ്റ് 11 അല്ലെ. 10:10 തൊട്ട് 10:50 വരെയാണ് നിങ്ങളുടെ ക്ലാസ്. എന്നിട്ട് 11 മണിക്കാണ് ഞാൻ 11 മണിക്ക് ആരുടെ അവറാന്ന് ചോദിച്ചോ, ആരുടെ അവറാന്നൊന്ന് നോക്കാം. പക്ഷെ മാത്രല്ലല്ലോ ഉണ്ടല്ലേ. ബിക്കാരുടെ അവർ നോക്കിയാ ഇൻട്രസ്റ്റഡ്. ഓൾറെഡി ബിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കുക. എടാ ബി ആരും ഇല്ലേ? ബിക്കാരൊന്നും ഒച്ചയെ കേൾക്കുന്നില്ല കേട്ടാ. നോക്കി ഏതാ ആരാന്ന് കേൾക്കുന്നില്ല. ആര്? ഷാജി സാറാ? ഷാജി ജോർജ് സാറാ? ഷാജി സാർ S8 ബിയിൽ അടുത്തവർ ഷാജി സാറാ? ഞാൻ എടുക്കട്ടെ, കണ്ടിന്യൂ ചെയ്യട്ടെ? എനിക്ക് അതിന്റെ അപ്പുറത്ത് അവരുണ്ട്, അത് സാർ എടുത്തോ. ഞാൻ ഇത് നേരെ കണ്ടിന്യൂ ചെയ്യാം 11 മണിക്ക്. സാർ അതിന് ശേഷമുള്ള 12ന്റെ എടുത്തോ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് 10:50 നിർത്താം. എന്നിട്ട് നിങ്ങൾ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ഏക്കാര് ഓൾറെഡി രമേശ് സാറിന്റെ ഇൻഡസ്ട്രിയിലാണ് ആ സമയത്ത്, അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ എന്തിലായിരുന്നു ഇപ്പൊ നിൽക്കുന്നുണ്ടായിരുന്നേ? ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ആണ് അല്ലേ. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴേ നോട്ട് ചെയ്യാൻ തുടങ്ങുക. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ it is a form of human, you can note down, human association. Organization is a form of human association. Okay, human association. It is a form of human association for the attainment of a common purpose. For the attainment of a common purpose. ഒരു കോമൺ പർപ്പസിന് വേണ്ടിയുള്ള ഹ്യൂമൻസിന്റെ ഒരു അസോസിയേഷൻ ആയിട്ട് ഓർഗനൈസേഷൻ നമുക്ക് പറയാം. ഓക്കെ, സോ ദർ വിൽ ബി വേരിയസ് പീപ്പിൾ, എ പേഴ്സൺ, ആൻഡ് ഓൾ പേഴ്സൺ വിൽ ബി അസൈൻഡ് വിത്ത് വേരിയസ് ടാസ്ക്സ്. ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് ഓരോ ആൾക്കും വേറെ വേരിയസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് all this person will be having a particular responsibility. Okay, some will be having the authority to control someone. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓർഗനൈസേഷന് വരുന്നത്. Okay, so we will just draw the diagram of how this thing works. Have an input. Okay,
സോ നേരത്തെ വരച്ച അതേ ഡയഗ്രം തന്നെ. ദ ഇൻപുട്ട് വിൽ അണ്ടർഗോ എ കൺവേർഷൻ പ്രോസസ്. ഇൻപുട്ട് എന്തും ആവാം, ഒരു കമ്പനിയിലുള്ള ഇൻപുട്ട് അതിന്റെ റോ മെറ്റീരിയൽ ആവാം, ഗുഡ്സ് ആവാം, സർവീസസ് ആവാം. ഓക്കെ, സോ ഇൻപുട്ട് വിൽ അണ്ടർഗോ എ കൺവേർഷൻ പ്രോസസ്. ഓക്കെ, സോ ദ കൺവേർഷൻ പ്രോസസ് ആയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് or the final product. Okay, so output can either be product or services. Okay, ഒരു ഏതെങ്കിലും ഒരു വാട്ട് യു കെൻ സേ ടെക്സ്റ്റൈൽ കമ്പനി ആണെങ്കിൽ ടെക്സ്റ്റൈൽ കമ്പനി തരുന്നത് പ്രോഡക്റ്റ് ആണ്, നേരെ കുറച്ച് ഐഡിയ എയർടെൽ പോലത്തെ കമ്പനി നിങ്ങൾക്ക് തരുന്നത് സർവീസാണ്. സോ ദ ഔട്ട്പുട്ട് ഫ്രം എൻ ഇൻഡസ്ട്രി can either be a product or service. Okay, so ഇതിന്റെ ഇടയ്ക്ക് there will always be a feedback of informations and results. Okay, so this is basic structure of എന്താ പറയുക an organization. ഈ സ്ട്രക്ചറിനെ നമ്മൾ സിസ്റ്റം അപ്രോച്ച് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുക. ഈ ഡയഗ്രം ഒന്ന് നോട്ട് ചെയ്യുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളോട് ചോദിച്ചാൽ സിസ്റ്റം അപ്രോച്ച് ഫോർ എൻ ഓർഗനൈസേഷൻ ടു എൻ ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ വരച്ചു വെക്കേണ്ട ഡയഗ്രം. അപ്രോച്ച് ടു ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, ഈ ബേസിക് ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നൗ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ഓർഗനൈസേഷൻ്റെ നെസസിറ്റി എന്താണ്, ആവശ്യകത എന്താണ്, അതിൻ്റെ ബേസിക് എലമെന്റ്സ് എന്താണ്. ഓക്കെ, എന്തൊക്കെ പ്രോസസ്സസ് ഓർഗനൈസേഷൻ നടക്കുന്നു, ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എത്രയാണ്. അതൊരു 16 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് KTUവിന് 10 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, എല്ലാം പോയിന്റ്സ് ആണ്. I will not expand the points. Points just പറഞ്ഞുതരും, നിങ്ങൾ അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ വാട്ട് വി വിൽ ഡു ഇസ്, ഈ സിസ്റ്റം അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ബേസിക്കലി എവറി കമ്പനി ഇൻപുട്ട് വിൽ ബി റോ മെറ്റീരിയൽ, ബേസിക്കലി റോ മെറ്റീരിയൽസ് ആയിരിക്കും കേട്ടോ ഇൻപുട്ട് ആയിട്ട്. അപ്പോൾ എവ്രിവെയർ ദർ വിൽ ഓൾവേസ് ബി എ ഫീഡ്ബാക്ക് സിസ്റ്റം. ആ ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് കോൺസ്റ്റന്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ഇതിന്റെ ഗേറ്റിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ പിന്നെ PSC പരീക്ഷയ്ക്ക് വരെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറും. ഇപ്പോൾ പറയുന്ന പോയിന്റ്സ് അല്ല, ഞാൻ പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും എക്സാംസിന് കോമ്പറ്റീഷൻ എക്സാംസിന് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഓർത്ത് നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് വി വിൽ ഡു ഈസ് വി വിൽ ട്രൈ ടു understand what are the necessities of an organization. Okay, necessities നോക്കാനുള്ള ടൈം ഉണ്ടാവുമോ എന്നറിയില്ല. 10:50 നമുക്ക് എക്സാക്ട്ലി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ സീ ദ നെസസിറ്റി ഓഫ് എന്താണ് ഓർഗനൈസേഷൻ ഉണ്ടായതുകൊണ്ട് എന്താണ് മെച്ചം. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, എവറി ഇൻഡസ്ട്രി, യു നോ ദാറ്റ് എവറി ഇൻഡസ്ട്രി ഈസ് കോംപ്ലിക്കേറ്റഡ് അല്ലേ? അപ്പോൾ ഈ ഒരു കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് റെഡ്യൂസ് ദി, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യണം നിങ്ങൾ, റെഡ്യൂസ് ദി കോംപ്ലക്സിറ്റി ഇൻ ആൻ ഇൻഡസ്ട്രി ആണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ആളിലേക്കും ഇൻഫർമേഷൻ കറക്റ്റ് ചാനലിൽ വരണം. ഓക്കെ, so this person and this person, idile he is the one who is confused. Okay, and he is the one who gets proper information from a single source. Okay, so idinte importance എന്താ, ഒരു സിംഗിൾ സോഴ്സ് എന്നായിരിക്കണം എപ്പോഴും ഇൻഫർമേഷൻ ഫ്ലോ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ പ്രോപ്പറായിട്ട് വർക്കേഴ്സിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ വാട്ട് I am telling is, so competitions ഒരുപാടുണ്ട്. So based on the competitions, what I should have is every industry is a proper organization should be there. എന്നാൽ മാത്രമേ ആൾക്കാർ പാനിക് ആവാതെ എങ്ങനെ ചെയ്യണം, കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യം ചെയ്യണം എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ആളുകൾക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ഗ്രോയിങ് കോമ്പറ്റീഷൻ. ഓക്കെ, അതും ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നെസസിറ്റി അല്ലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ നെസസറി ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. Okay, and all whatever be the input you get, whatever be the resources you get, ആ റിസോഴ്സിനെ നമ്മൾ ഒപ്റ്റിമം യൂസേജ് ആയിരിക്കണം. ഒപ്റ്റിമം യൂസേജ് ഓഫ് resources, whatever be the resources available should be used
in optimum amount അല്ലെ quantity. Okay. Fourth point is എന്താ fixing of responsibility. ഒരു സ്ഥലത്ത് ഒരാൾ ഒരു പണി ചെയ്യാൻ ഏൽപ്പിച്ചു, അയാൾ അത് ചെയ്യേണ്ട ആളല്ല, അയാൾ എന്നിട്ടും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. പക്ഷെ നേരെ കുറച്ച് ഒരാളെ വ്യക്തമായിട്ട് ക്ലീനിങ് എന്നുള്ള പർപ്പസ് ഒരാളെ മാത്രമേ ഏൽപ്പിക്കുന്നു, ബില്ലിംഗ് എന്നുള്ള പർപ്പസ് ഒരാളെ മാത്രമേ ഏൽപ്പിക്കുന്നു, ഓഫീസ് വർക്ക് ഒരാളെ മാത്രമേ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഫിക്സിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഈസ് വെരി നെസസറി ഇൻ ആൻ ഇൻഡസ്ട്രി. അതിന് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടായേ പറ്റും. അതാണ്. ഓക്കെ. ലേബർ ഡിസ്പ്യൂട്ട്സ്, ലേബറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ ദിസ് ഇസ് വെരി important. Okay. And sixth point is coordination. Okay. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ നെസസിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ആവശ്യകതയാക്കി മാറ്റുന്നത്. ഓക്കെ. സോ ടു റെഡ്യൂസ് 10:50 അല്ലേ. ഓക്കെ, നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ് അടുത്ത സെക്ഷനിൽ നമുക്ക് 11 മണിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ലെറ്റ് മി സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ക്ലാസ് ലീവ് ചെയ്യാം ആൻഡ് യു ക്യാൻ ജോയിൻ അറ്റ് 11. ഓക്കെ.